നമ്മൾ ആദ്യം ഉൽപ്പത്തിയൊക്കെ വായിക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേന് പുറപ്പാട് എത്തിയിട്ട് ലേവ്യയിൽ വരുമ്പോഴത്തേന് കട്ടിയുള്ള വാക്കുകളൊക്കെ കാണുമ്പം അവിടെ അങ്ങ് നിർത്തും. പിന്നെ പോകുന്നത് സങ്കീർത്തനത്തിലോട്ടും പിന്നെ പോകുന്നത് സുവിശേഷ ഭാഗങ്ങളിലോട്ടുമാണ്. അപ്പോൾ ഈ ആവർത്തനത്തിനെ ഇങ്ങനെ ഒരു സൈഡിൽ മാറ്റി മൂലയ്ക്ക് ഇട്ടേക്കുക. ആവർത്തന പുസ്തകത്തിലെ ഒരു ചെറിയ അധ്യായം, 33-ാം അധ്യായം. ഈ ആവർത്തന പുസ്തകമെന്ന് പറയുമ്പോൾ മോശെ എന്ന പ്രവാചകനാൽ എഴുതപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ഒരു പുസ്തകമാണ്. നമുക്കറിയാം ഈ പേരിൽ തന്നെ ഉണ്ട് ആവർത്തനം, വീണ്ടും ഒരു റെപ്പറ്റീഷനാണ്. നമ്മളൊക്കെ ഈ കുഞ്ഞുനാൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഏറ്റവും പാടുള്ള, എന്നെ സംബന്ധിച്ച് പഠിക്കാൻ പാടുള്ളൊരു കാര്യമായിരുന്നു ഈ മാത്സിലെ ഈ ഗുണന പട്ടിക. അപ്പോൾ ടീച്ചർമാരും വീട്ടുകാരും ഒക്കെ ചെയ്യുന്നത് ഇതിങ്ങനെ റെപ്പറ്റീഷനിൽ പഠിപ്പിക്കും. മലയാളത്തിൽ